എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഞാന് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, ഇനി 1/2 സ്പൂൺ ഗരം മസാല, അല്പം മഞ്ഞൾ ഇട്ടു കൊടുത്തു, ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ആക്കാം. നമുക്ക് ഇത് 1/2 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് ചേർക്കാം. പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീർന്നു. നമ്മൾക്ക് ഒരു ചെറിയ 3 സവോള ഇടത്തരം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും സവോളയും ഒന്ന് വാടട്ടെ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങാക്കൊത്ത്, സവോള എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇട്ടില്ല, കറിവേപ്പില ഇടാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, പച്ചമുളക്, ഇപ്പോൾ നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഇറച്ചി ഞാൻ അടുപ്പ് വെച്ച് തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ഈ അരപ്പും എല്ലാം കൂടെ ചേർത്താൽ മതി. സവോളയൊക്കെ ഒരുമാതിരി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ 2 തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം. ഇവരൊന്ന് നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരട്ടെ. നമുക്ക് അല്പം നേരം മൂടി വെക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ കുക്കറിലാണ് പോർക്ക് വേവിക്കുന്നതെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ 5-6 വിസിൽ മതിയാകും. പക്ഷെ നമ്മളിത് ഡയറക്റ്റായിട്ട് ചട്ടിയിൽ വേവിക്കുന്നതുകൊണ്ട് ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും വേവിക്കണം. പന്നിയിറച്ചിക്ക് നല്ല വേവുണ്ട്. 1 മണിക്കൂർ വേവിക്കണം കറക്റ്റായിട്ട്.
ഇളക്കി കൊടുക്കാം. നമ്മുടെ പോർക്ക് റോസ്റ്റ് റെഡിയായേ. നമുക്കിനി ഇതും കൂട്ടി ചോദിക്കണം. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ചൂട് ചക്ക വേവിച്ചതും പോർക്ക് റോസ്റ്റും കൂട്ടി കഴിക്കാവേ.